My dear friends, welcome to Essential English Grammar 4th episode. ഈ എപ്പിസോഡിൽ നമ്മൾ ടെൻസിൽ ഫ്യൂച്ചർ ടെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് ഫ്യൂച്ചർ ടെൻസ്? ഫ്യൂച്ചർ ടെൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? അതിൻ്റെ ഓരോന്നിൻ്റെ ഫോർമുല, എക്സാമ്പിൾസ് ഒക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചും സെക്കൻഡ് എപ്പിസോഡിൽ ടെൻസിൽ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചും അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചും തേർഡ് എപ്പിസോഡിൽ എന്താണ് പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആൻഡ് ഫോർമുലാസ്, എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എപ്പിസോഡിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ്. നമുക്ക് ഫസ്റ്റ് നോക്കാം, എന്താണ് ഫ്യൂച്ചർ ടെൻസ്? വാട്ട് ഈസ് ഫ്യൂച്ചർ ടെൻസ്? ഭാവിയിൽ ചെയ്യാൻ പോകുന്ന, പ്രവൃത്തി ചെയ്തു തുടങ്ങിയിട്ടില്ല, ഭാവിയിൽ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളും നമ്മൾ ഫ്യൂച്ചർ ടെൻസിനാണ് പറയുക. അപ്പോൾ എന്താണ് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ? ഫ്യൂച്ചർ ടെൻസ് മീൻസ് an action that is expected to happen in the future. An action that is expected to happen in the future. ഭാവിയിൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാവുന്ന പ്രവൃത്തികൾ. നമുക്ക് ഭാവി എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ, ഇറ്റ് മേ ഓർ മേ നോട്ട് ഒക്കർ. ഭാവി എന്ന് പറയുന്നത് അനിശ്ചിതമാണ്, അല്ലേ? നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തേക്കാം എന്ന് പറയുന്നത് ചെയ്തിരിക്കുന്നു പറയാനാവില്ല. ഭാവിയിൽ ഒരു പ്രവൃത്തി ഒരുപക്ഷെ നടന്നേക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളും ഏതിലാണ് വരിക? ഫ്യൂച്ചർ ടെൻസിലാണ് വരിക. ഫ്യൂച്ചർ ടെൻസ് ക്യാൻ ബി again classified into 4 categories. ഫ്യൂച്ചർ ടെൻസ് നമുക്ക് വീണ്ടും പ്രധാനമായിട്ടും 4 ആയി തിരിക്കാം. നമ്പർ 1, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. നമ്പർ 2, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ആൻഡ് നമ്പർ 3, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ആൻഡ് നമ്പർ 4, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമുക്ക് ഓരോ നോക്കാം. നമ്പർ 1, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. എപ്പോഴാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുക? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എ പ്ലാൻഡ് ആക്ഷൻ ഓർ എ സഡൻ ആക്ഷൻ ഇൻ ദ ഫ്യൂച്ചർ. എന്താണ് പ്ലാൻഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ? ഭാവിയിലേക്കുള്ള മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പ്രവൃത്തികൾക്കാണ് നമ്മൾ എന്ത് പറയുക? പ്ലാൻഡ് ആക്ഷൻ എന്ന് പറയുക. എന്താണ് സഡൻ ആക്ഷൻ്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ? ഭാവിയിൽ ആരംഭിച്ച് പെട്ടെന്ന് അവസാനിക്കുന്ന എല്ലാ പ്രവൃത്തികളും ഏതിലാണ് പറയുക? സഡൻ ആക്ഷൻ ഇൻ ദ ഫ്യൂച്ചറാണ്. അതായത് ഒരുപാട് സമയം നീണ്ടു നിൽക്കാത്ത ഭാവിയിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഏതിലാണ് പറയുക? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ് പറയുക. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കേസസ് ആണ് ടു എക്സ്പ്രസ് എ പ്ലാൻഡ് ആക്ഷൻ. ഭാവിയിലേക്കുള്ള മുൻകൂട്ടി ആസൂത്രണം ചെയ്ത, മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്ത എല്ലാ പ്രവൃത്തികളും, പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല, നമ്മൾ മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്ത് വെച്ചാണ്, ഭാവിയിൽ ചെയ്തേക്കാം, അങ്ങനെയുള്ള എല്ലാ പ്രവൃത്തികളും നമ്മൾ ഏതിലാണ് വരുത്തുക? പ്ലാൻഡ് ആക്ഷൻ ആണ്. സഡൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഒരു പ്രവൃത്തി ആരംഭിച്ച് അത് പെട്ടെന്ന് ചെയ്തു തീർക്കും, ഒരുപാട് സമയം അത് നീണ്ടു നിൽക്കില്ല, അങ്ങനെ പ്രവൃത്തി പറയാനും നമ്മൾ ഈ ടെൻസാണ് ഉപയോഗിക്കുക? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് ഉപയോഗിക്കുക. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ഫോർമുലയാണ്. നമ്മൾ കഴിഞ്ഞ പ്രസന്റ് ടെൻസിലും പാസ്റ്റിലും ഒക്കെ പഠിച്ച പോലെ തന്നെ ഫ്യൂച്ചർ ടെൻസിലും പ്രധാനമായിട്ട് 4 ഫോർമുലയുണ്ട്. അതിൽ നമ്പർ 1 ആണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ഫോർമുലയാണ്. അതിൻ്റെ ഫോർമുല സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് വേർബ് പ്ലസ് ഓബ്ജക്റ്റ്. അതാണ് അതിൻ്റെ ഫോർമുല. അപ്പോൾ സബ്ജക്റ്റും ഒബ്ജക്റ്റും കോമൺ ആണ്, ബാക്കി വരുന്നത് വിൽ ഓർ ഷാൽ പ്ലസ് വെർബാണ്. അപ്പോൾ എപ്പോഴാണ് വിൽ ഉപയോഗിക്കുക, എപ്പോഴാണ് ഷാൽ ഉപയോഗിക്കുക? നമുക്ക് പരിശോധിക്കാം. നമ്മൾ സാധാരണ പ്രസന്റിലും പാസ്റ്റിലൊക്കെ ഓക്സിലറി വെർബ് നമ്മൾ ഫോർമുല പഠിച്ച സമയത്ത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഇൻ ഓക്സിലറി, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഇൻ ഓക്സിലറി എന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. ആ സമയത്ത് ഇവിടെ നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ഓർ പ്ലൂറൽ എന്ന് ഇല്ല, മറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട് സബ്ജക്റ്റ് നമുക്ക് 3 ആയി തിരിക്കാം, അല്ലേ? പേഴ്സണൽ പ്രോനൗൺ 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ.
നമുക്കൊന്ന് സ്പീഡിൽ നോക്കാം. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ആള്. സംസാരിക്കുന്നത് ഒരു വ്യക്തിയാണെങ്കിൽ അതിന് പറയാ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ. രണ്ടോ അതിൽ അധികമോ ആൾക്കാരുണ്ടെങ്കിൽ അതിന് പറയാ ഫസ്റ്റ് പേഴ്സൺ പ്ലൂരൽ ആണ് വി. അപ്പൊ ഐ ഓർ വി അത് വന്നാൽ നമ്മളിവിടെ ഷാൽ ആണ് ഉപയോഗിക്കേണ്ടത്. ഐ ഷാൽ, വി ഷാൽ എന്നാണ് പറയുന്നത്. ഇനി സെക്കൻഡ് പേഴ്സൺ, ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് അത് കേൾക്കുന്ന ആൾക്കാരാണ് സെക്കൻഡ് പേഴ്സൺ. ഞാൻ പറയുന്നത് കേൾക്കുന്നത് ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ, ഒരു വ്യക്തിയാണെങ്കിൽ അതിനെ പറയാ യു, നീ. രണ്ടോ അതിലധികം ആൾക്കാരുണ്ടെങ്കിൽ അതിനെ പറയാ യു, പക്ഷെ അതിന്റെ മീനിങ് നിങ്ങൾ, അല്ലേ? അപ്പോൾ സെക്കൻഡ് പേഴ്സൺ സിംഗുലർ യു, സെക്കൻഡ് പേഴ്സൺ പ്ലൂരൽ യു, അത് വന്നാൽ വില്ലാണ് ഉപയോഗിക്കേണ്ടത്. ഇനി തേർഡ് പേഴ്സൺ സിംഗുലർ, മെയിൽ ആണെങ്കിൽ പുരുഷനാണെങ്കിൽ ഹി, ഫീമെയിൽ ആണെങ്കിൽ സ്ത്രീ ആണെങ്കിൽ ഷി, മെയിൽ ഓർ ഫീമെയിൽ പ്ലൂരൽ ആണെങ്കിൽ ദേ. കുറേ ആൾക്കാരുണ്ടെങ്കിൽ ദേ ഉപയോഗിക്കണം. ഇനി അതേപോലെ ഇറ്റ് വന്നാൽ, അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പേരോ വ്യക്തിയുടെ പേരൊക്കെ വന്നു കഴിഞ്ഞാലും, ഏതെങ്കിലും ഒരു പേര് വന്നു കഴിഞ്ഞാലും നമ്മൾ വില്ലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എപ്പോഴാണ് വില്ലോ ഷാൽ ഉപയോഗിക്കുക മനസ്സിലായോ? സബ്ജക്റ്റ് ഐ വന്നാലോ സബ്ജക്റ്റ് വി വന്നാലോ ഷാൽ ഉപയോഗിക്കണം. സബ്ജക്റ്റ് സെക്കൻഡ് പേഴ്സൺ യു ഓർ തേർഡ് പേഴ്സൺ ആയിട്ടുള്ള ഹി, ഷീ, ദേ, ഇറ്റ്, മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെ പേര്, ഒരുപാട് വ്യക്തികളുടെ പേര് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഓക്സിഡാണ് ഉപയോഗിക്കുക? വില്ലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഐ വി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക? ഷാൽ ഉപയോഗിക്കുക. ഇനി നമുക്ക് ഇവിടെ സംശയം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഐ ഷാൽ ഗോ എന്നാണ് പറയേണ്ടത്, ഞാൻ അവിടെ പോയേക്കാം. ഇനി നമുക്ക് അവിടെ ഐ വിൽ ഗോ എന്ന് പറഞ്ഞൂടെ എന്ന് സംശയം ഉണ്ടാവും. അങ്ങനെ ഓക്സിലറി മാറ്റി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ആ പ്രവൃത്തി ചെയ്യാൻ ശ്രമിച്ചിരിക്കും, അതൊരു സർട്ടൈൻ ആക്ടിവിറ്റിയാണ്, ഞാനത് ചെയ്തിരിക്കും എന്നുള്ള കോൺഫിഡൻസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഓക്സിലറി മാറ്റി ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഐ ഷാൽ ഗോ, ഞാനവിടെ പോയേക്കാം. ഐ വിൽ ഗോ, ഞാനവിടെ പോയിരിക്കും. അവിടെ വ്യത്യാസമുണ്ട്, അല്ലേ? ഒന്ന് ഐ ഷാൽ ഗോ ദർ, ഐ മേ ഗോ ദർ, ഞാനവിടെ പോകാൻ ശ്രമിക്കാം, അല്ലേ? ആ സ്ഥാനത്ത് ഐ വിൽ ഗോ, അതിൻ്റെ അർത്ഥം ഐ മസ്റ്റ് ഗോ ദർ, ഞാനവിടെ പോയിരിക്കും, അല്ലേ? എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ആ പ്രവൃത്തി ചെയ്തിരിക്കും. അങ്ങനെ ഒരു സർട്ടൈൻ ആയിട്ടുള്ള പ്രവൃത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓക്സിലറി അവിടെ മാറ്റി ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് പോട്ടെ, നമുക്ക് അങ്ങനെ വിശദമായ ചർച്ച നമുക്ക് പിന്നീട് ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫോമുല പറഞ്ഞു പോവാണ്. ഞാൻ പറഞ്ഞവിടെ ഓക്സിലറി വിൽ ഓർ ഷാലാണ്. ഷാൽ ഉപയോഗിക്കുക ഫസ്റ്റ് പേഴ്സൺസിന് കൂടെയാണ്. സെക്കൻഡ് പേഴ്സൺസോ തേർഡ് പേഴ്സൺസോ ആണെങ്കിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? വില്ലാണ് ഉപയോഗിക്കുക, അല്ലേ? ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഐ ഷാൽ മീറ്റ് ഹിം ടുമാറോ. സബ്ജക്റ്റ് ഐ എന്ന സബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഓക്സിലറി ഉപയോഗിച്ചതാ ഷാൽ. വെർബ് ഏതാ? മീറ്റ്, V1 ആണ്, അല്ലേ? വെർബിന്റെ റൂട്ട് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഐ ഷാൽ മീറ്റ് ഹിം ടുമാറോ, ഞാൻ അവനെ നാളെ കണ്ടുമുട്ടും, അല്ലേ? അപ്പോൾ പ്രവൃത്തി നാളെ ആരംഭിച്ച് നാളെ പ്രവൃത്തി പെട്ടെന്ന് അവസാനിക്കും. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം. ദ പ്രൈം മിനിസ്റ്റർ വിൽ വിസിറ്റ് കേരള നെക്സ്റ്റ് മന്ത്. അതിൻ്റെ അർത്ഥം അടുത്ത മാസം പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കാൻ പോവുകയാണ്. അത് നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ സിംപ്ലി ഫ്യൂച്ചർ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ ഒരു പ്ലാൻഡ് ആക്ഷനാണ്, ഒരു സഡൻ ആക്ഷൻ കൂടിയാണ്, അല്ലേ? മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അതേപോലെ പ്രൈം മിനിസ്റ്റർ കേരളം സന്ദർശിച്ച് അവിടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് തിരിച്ചു പോകും, പെട്ടെന്ന് തിരിച്ചു പോകും. അതുകൊണ്ട് അത് എന്തുകൂടിയാണ്? സഡൻ ആക്ഷൻ കൂടിയാണ്. അപ്പോൾ എക്സാമ്പിൾ, ദ പ്രൈം മിനിസ്റ്റർ വിൽ വിസിറ്റ് കേരള നെക്സ്റ്റ് മന്ത്. അനദർ എക്സാമ്പിൾ, he will buy a laptop next week. അവൻ അടുത്ത ആഴ്ച ഒരു ലാപ്ടോപ്പ് വാങ്ങും. അതും ഏതിലാ വരിക? സിംപ്ലി ഫ്യൂച്ചർ ടെൻസ് എക്സാമ്പിളാണ്, അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. സിംപിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും നെക്സ്റ്റ് എന്ന് വന്നു കഴിഞ്ഞാലോ, ഒരു എക്സാമ്പിൾ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം, നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച, നെക്സ്റ്റ് മന്ത് അടുത്ത മാസം, നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം, അങ്ങനെ നെക്സ്റ്റ് വന്നു കഴിഞ്ഞാലോ, അതല്ലെങ്കിൽ ടുമാറോ നാളെ എന്നർത്ഥം ടുമാറോ വന്നു കഴിഞ്ഞാലോ നമ്മൾ ഈ ടെൻസ് ആണ് ഉപയോഗിക്കുക? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്ത നമ്മൾ സെക്കൻഡ് വണ്ണാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ? ഭാവിയിൽ ആരംഭിക്കുന്ന ഒരു പ്രവൃത്തി അത് കുറച്ച് സമയത്തോളം നീണ്ടു നിൽക്കും, പെട്ടെന്ന് ആ പ്രവൃത്തി അവസാനിക്കുന്നില്ല. കുറച്ച് സമയത്തോളം നീണ്ടു നിൽക്കുന്ന പ്രവൃത്തി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. സി, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഈസ് യൂസ്ഡ്
ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് വിൽ ഗോ ഓൺ ഇൻ ഫ്യൂച്ചർ. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് വിൽ ഗോ ഓൺ ഇൻ ഫ്യൂച്ചർ. ഭാവി കാലത്ത് ആരംഭിക്കുന്ന ഒരു പ്രവൃത്തി അത് കുറച്ച് സമയത്തോളം നീണ്ടു നിൽക്കും. പെട്ടെന്ന് ആ പ്രവൃത്തി ആരംഭിച്ച് അവസാനിക്കൂല. അത് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിൻ്റെ ഫോർമുല സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ING ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ സബ്ജക്റ്റും ഒബ്ജക്റ്റും കോമൺ ആണ്. ബാക്കി വരുന്നത് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വേർബിൻ്റെ ING ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടിന്യൂസ് ടെൻസ് എവിടെയുണ്ട്, നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് പഠിക്കുന്നത്. കണ്ടിന്യൂസ് ടെൻസ് എവിടെയുണ്ടോ ആടെ വെർബിൻ്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിച്ചിരിക്കണം, ING ഫോം ഉപയോഗിച്ചിരിക്കണം. പിന്നെ വിൽ ഓർ ഷാൽ എപ്പോഴും ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഫോർമുല സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി, ഷാൽ പ്ലസ് ബി, ഷാൽ ബി പ്ലസ് വെർബിൻ്റെ ING, വിൽ ബി പ്ലസ് വെർബിൻ്റെ ING. അതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമുല ഓർമ്മിക്കുന്നത്. വിൽ ബി പ്ലസ് വെർബിൻ്റെ ING, ഷാൽ ബി പ്ലസ് വെർബിൻ്റെ ING. ഒരു എക്സാമ്പിൾ, ഐ ഷാൽ ബി അറ്റൻഡിങ് എ മീറ്റിംഗ് ടുമാറോ ദിസ് ടൈം. നാളെ ഈ സമയമാകുമ്പോൾ ഞാൻ ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ യോഗം ആരംഭിച്ചിട്ടില്ല, നാളെ ഈ സമയത്ത് അല്ലേ, നാളെ ഈ സമയത്ത് ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. ഐ ഷാൽ ബി, ഐ സബ്ജക്റ്റാണ്, ഷാൽ ബി ബി ഫ്യൂച്ചർ കണ്ടിന്യൂസിൻ്റെ വോക്സിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടതാണ്. പ്ലസ് ING ഫോം ഓഫ് വെർബാണ്. കണ്ടിന്യൂസ് ടെൻസ് എവിടെയുണ്ടോ ആടെ വെർബിൻ്റെ കൂടെ എന്ത് ഉപയോഗിക്കണം, ING ഉപയോഗിച്ചിരിക്കണം അല്ലേ. ഐ ഷാൽ ബി അറ്റൻഡിങ് എ മീറ്റിംഗ് ടുമാറോ ദിസ് ടൈം അല്ലേ. നാളെ ഈ സമയമാകുമ്പോൾ ഞാൻ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അനദർ എക്സാമ്പിൾ, മറ്റൊരു എക്സാമ്പിൾ നോക്കിക്കോളൂ. വേറെ എക്സാമ്പിൾ, ദേ വിൽ ബി വാച്ചിങ് ദ മൂവി ടുമാറോ. ദേ വിൽ ബി വാച്ചിങ് ദ മൂവി ടുമാറോ. നാളെ ഈ സമയമാകുമ്പോൾ അവർ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ കാണാൻ ആരംഭിച്ചിട്ടില്ല അല്ലേ. നാളെ ആരംഭിക്കാൻ പോകുന്ന പ്രവൃത്തി ഷെഡ്യൂൾ ചെയ്താണ്. എന്നിട്ട് നാളെ ആ പ്രവൃത്തി കുറച്ച് സമയം നീണ്ടു നിൽക്കും. അടുത്ത എക്സാമ്പിൾ, ഹി വിൽ ബി ഗോയിങ് ടു പിക്നിക് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം അവൻ ഒരു പക്ഷേ ഒരു പിക്നിക്കിന് ടൂറിന് പോയേക്കാം അല്ലേ. ഹി വിൽ ബി ഗോയിങ് ടു പിക്നിക് അറ്റ് ദ എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസത്തിൻ്റെ അവസാനം അവൻ ഒരു ടൂറിന് പോയേക്കാം അല്ലേ. ഇതൊക്കെ ഏതിലാണ് വരുന്നത്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലാണ് വരുന്നത്. ഇതിൻ്റെ ഒക്കെ പ്രത്യേകത ആ പ്രവൃത്തി ആരംഭിച്ച് കുറച്ച് സമയത്തോളം ആ പ്രവൃത്തി എന്തായിക്കൊണ്ടിരിക്കും, നീണ്ടു നിൽക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ടെൻസ് ഉപയോഗിക്കുക, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അറ്റ് ദിസ് ടൈം വന്നാൽ അറ്റ് ദിസ് ടൈം, അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ടെൻസാണ് ഉപയോഗിക്കല്. കോമൺ ആയിട്ട് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസാണ് ഉപയോഗിക്കേണ്ടത്. ഇനി തേർഡ് വണ്ണാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എപ്പോഴാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക, ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു പ്രവൃത്തി അവസാനിപ്പിക്കും, ഒരു പ്രവൃത്തി അവസാനിച്ചിരിക്കും, അത് പറയാൻ ഉപയോഗിക്കുന്ന ടെൻസാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. സി എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ, സി ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഷോ an action that will be completed within a specified time. An action that will be completed within a specified time. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു പ്രവൃത്തി അവസാനിപ്പിച്ചിരിക്കും, അത് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അതിന് ഫോർമുല ശ്രദ്ധിക്കൂ, സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 തേർഡ് ഫോം ഓഫ് എ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പെർഫെക്റ്റ് ടെൻസ് എവിടെയുണ്ടോ അവിടെ വെർബിൻ്റെ മൂന്നാം രൂപമാണ് ഉപയോഗിക്കേണ്ടത്. കണ്ടിന്യൂസ് ടെൻസ് എവിടെയുണ്ടോ അവിടെ വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഏതാ പഠിക്കുന്നത്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്.
അപ്പോൾ അവിടെ നമ്മൾ V3 ഉപയോഗിച്ചിരിക്കണം, വെർബിൻ്റെ മൂന്നാം രൂപം ഉപയോഗിച്ചിരിക്കണം. ഇതാണ് ഏതിൻ്റെ ഫോർമുല? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോർമുലയാണ്. സി എക്സാമ്പിൾ നോക്കൂ. ഹി വിൽ ഹാവ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക് ബിഫോർ നെക്സ്റ്റ് മന്ത്. ഹി വിൽ ഹാവ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക് ബിഫോർ നെക്സ്റ്റ് മന്ത്. അവൻ അടുത്ത മാസമാവുമ്പോഴേക്കും അവൻ്റെ ആ ജോലി പൂർണ്ണമാക്കിയിരിക്കും. അപ്പോൾ അടുത്ത മാസത്തിനുള്ളിൽ ആ ജോലി പൂർണ്ണമാക്കും. അങ്ങനെ ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കുന്ന എല്ലാ പ്രവൃത്തിയും നമ്മൾ ഇതിലാണ് പറയേണ്ടത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. അനദർ എക്സാമ്പിൾ. ഷീ വിൽ ഹാവ് കംപ്ലീറ്റഡ് ഹെർ കോഴ്സ് ബിഫോർ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം ആകുമ്പോഴേക്കും അവളെ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിരിക്കും. അപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴേക്കും ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ആക്കുന്നു. അത് പറയാൻ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അനദർ എക്സാമ്പിൾ സി. ഐ ഷാൽ ഹാവ് ലെഫ്റ്റ് ദിസ് പ്ലേസ് ബൈ നെക്സ്റ്റ് ജൂലൈ. അടുത്ത ജൂലൈ ആകുമ്പോഴേക്കും ഞാൻ ഈ സ്ഥലം വിട്ട് പോകും, ഈ സ്ഥലം ഒഴിവാക്കി വേറെ സ്ഥലത്തേക്ക് പോകും. ഇത്രയും കാര്യങ്ങൾ ഏതൊരു എക്സാമ്പിളാണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വണ്ണാണ്, ലാസ്റ്റ് വണ്ണാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അതിൻ്റെ അപ്ലിക്കേഷൻ പൊതുവേ കുറവാണ്. പകരം നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് സാധാരണ ഉപയോഗിക്കാറ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് സാധാരണ നമ്മൾ ഉപയോഗിച്ച് കാണുന്നില്ല. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്നത് സ്പീഡിൽ പറഞ്ഞു തരാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നത് സി an action that will begin in future and may continue for some time. ഭാവിയിൽ ഒരു പ്രവൃത്തി ആരംഭിച്ച് അത് കുറച്ച് സമയത്തോടെ നീണ്ടു നിൽക്കും. ഇത് നമ്മൾ എവിടെയും പറഞ്ഞത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് പറഞ്ഞത് അല്ലേ? അതിന്റെ ഫോർമുല സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ അവിടെ എന്താണ് ഫോർമുല? സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒഴിവാക്കി കഴിഞ്ഞാൽ വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബാണ് അല്ലേ? എവിടെ കണ്ടിന്യൂസ് ഫോം ഉണ്ടോ ആ വെർബിന്റെ കൂടെ നമ്മൾ എന്ത് വെച്ചിരിക്കണം? ing ഫോം വെച്ചിരിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ വെർബിന്റെ കൂടെ എന്ത് വെച്ചിരിക്കണം? ing ഫോം വെച്ചിരിക്കണം. അപ്പോൾ എന്താണ് ഫോർമുല? വിൽ ഓർ ഷാൽ ഏതെങ്കിലും ഒന്ന് വെക്കണം. പിന്നെ അതിന്റെ കൂടെ എന്ത് വെക്കുക? ഹാവ് ബീൻ പ്ലസ് വെർബിന്റെ ing, വിൽ ഹാവ് ബീൻ പ്ലസ് വെർബിന്റെ ing, ഷാൽ ഹാവ് ബീൻ പ്ലസ് വെർബിന്റെ ing. അതാണ് ഇതിന്റെ ഫോർമുല, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോർമുല. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. സി നമ്പർ 1 എക്സാമ്പിൾ. വിമൽ വിൽ ഹാവ് ബീൻ പ്ലേയിങ് പിയാനോ ഫോർ 6 months. അതിനർത്ഥം എന്താണ്? ഭാവിയിൽ വിമൽ 6 മാസത്തോളം പിയാനോ വായിച്ചു കൊണ്ടിരിക്കും. അതായത് അർത്ഥം. എന്നാൽ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല, ഭാവിയിൽ ആരംഭിച്ചാൽ 6 മാസത്തോളം വിമൽ എന്ത് വായിച്ചുകൊണ്ടിരിക്കും? പിയാനോ വായിച്ചുകൊണ്ടേയിരിക്കും. അതിനൊന്നും പറയാ വിമൽ വിൽ ഹാവ് ബീൻ പ്ലേയിങ് പിയാനോ ഫോർ 6 months. Another example. They will have been working in the company for 3 years. They will have been working in the company for 3 years. അവർ ആ കമ്പനിയിൽ 3 വർഷത്തോളം ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്യൂച്ചർ ടെൻസുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പ്രധാനമായിട്ടും നമ്മൾ കോൺവെർസേഷൻ ഉപയോഗിക്കുന്ന വെർബുകളും അതിൻ്റെ 3 ഫോംസ്, അതിൻ്റെ മീനിങ് അടുത്ത ഒരു എപ്പിസോഡായിട്ട് തരുന്നതാണ്. അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. എന്നാൽ വേർഡ് പവർ എന്ന് പറയുന്ന കോൺവെർസേഷനിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഭാഗമാണ് അടുത്ത എപ്പിസോഡ്. അത് നിർബന്ധം നിങ്ങൾ കണ്ടിരിക്കണം. താങ്ക് യു.